ദല്ലാൽ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖരായ നേതാക്കന്മാരെ തന്റെ ചൂണ്ടുവിരലിൽ നിർത്തി വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാവുന്ന അർത്ഥത്തിലേക്ക് ഒരു ദല്ലാൽ കേരളത്തിനകത്തെ ഒരു രാഷ്ട്രീയ ഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ നാം ലജ്ജിക്കേണ്ടതാണ്, നാം ഞെട്ടേണ്ടതാണ്, നാം നിസ്സഹായരാവേണ്ടതാണ്. പാണ്ഡ്യാല ഷാജി, ദല്ലാൽ നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ ദല്ലാൽ രാഷ്ട്രീയം അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? സത്യത്തില് വളരെ ദുഃഖകരമായ ഒരു രാഷ്ട്രീയ അധ്യായമാണ് കേരളത്തിൽ ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ്. ഇത് വർഷങ്ങളായി തുറന്നു വരുന്നൊരു പ്രക്രിയയല്ല. എന്തായാലും തീർച്ചയായും ഈ വളരെ അടുത്ത കാലത്തായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഈ ദല്ലാൽ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖരായ നേതാക്കന്മാരെ തന്റെ ചൂണ്ടുവിരലിൽ നിർത്തി വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാവുന്ന അർത്ഥത്തിലേക്ക് ഒരു ദല്ലാൽ കേരളത്തിനകത്തെ ഒരു രാഷ്ട്രീയ ഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ നാം ലജ്ജിക്കേണ്ടതാണ്, നാം ഞെട്ടേണ്ടതാണ്, നാം നിസ്സഹായരാവേണ്ടതാണ്. ഇതാണ് അതിന്റെ ആദ്യത്തെ ഒരു പ്രൈമ ഫേഴ്സി. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരുടെ ഒരു സമൂഹമായി കേരളം അതിവേഗം പരിണമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇത് നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശം എന്നത് നമ്മുടെ സൊസൈറ്റിയിലെ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പ്രബലമായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമ്പൂർണമായും കറപ്റ്റ് ആവുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് സത്യത്തിൽ ഈ ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തിയതിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനെ ഒന്ന് അന്വേഷിക്കുകയും ഒന്ന് ആലോചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്ന ആളാണ്. നമ്മുടെ ഇവിടുന്ന് പാലക്കാട് വരെയുള്ള മലബാർ മേഖലകൾക്കകത്തെ സാധാരണ നിലയിൽ ദല്ലാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഈ പശുവിന്റെ വ്യാപാരം നടത്തുന്നതിനകത്ത് പോയിരിക്കുന്ന ആൾക്കാരെയാണ്. പശുവിനെ വിൽക്കുക, അതിന് ഇടനിലക്കാരനായി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ പഴയ കാലത്ത് ദല്ലാൾ എന്ന് വിളിച്ചത്. ഇടനിലക്കാരെന്നുള്ള അർത്ഥത്തിൽ. ഇടനിലക്കാരെന്നുള്ള വാക്കിന് അർത്ഥം അത്ര മാത്രമേ ഉള്ളൂ. ദല്ലാൾ എന്ന് പറയുന്ന വാക്ക് ശരിക്കും കോമ്പഡോർ, അത് പോർച്ചുഗീസ് വാക്കാണ്. AD 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇന്ത്യക്കകത്ത് ഈ ദല്ലാൾ എന്ന് പറയുന്ന വാക്ക് പ്രയോഗിക്കപ്പെടുന്നത്. അത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും 3 പേരും ഇന്ത്യയിൽ കോളേജ് സ്ഥാപിക്കുന്നതിന്റെ മത്സരത്തിന്റെ ഭാഗമായാണ് ദല്ലാൾ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ പരസ്പരം അധികാര ബന്ധങ്ങളെ മാറ്റുന്നതിന് ക്രമീകരിക്കുന്ന ഒരാളായി ഈ ദല്ലാൾ എന്ന് പറഞ്ഞാൽ മാറ്റപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത് ഈ പറയുന്ന പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ഇന്ത്യയെ കോളനിവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ്. അതിൽ പോർച്ചുഗീസ് വാക്കാണ് വാസ്തവത്തിൽ ഈ ദല്ലാൾ എന്ന് പറയുന്ന സംഭവം. അത് അവിടെ വെക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ മലബാറിലെ പാലക്കാട് വരെ വരുന്ന ഭാഗത്ത് വരുന്ന വലിയ പശുവിന്റെ ചന്തകൾ, കാലിച്ചന്തകൾ പഴയ കാലത്ത് നടത്തിയിരുന്നു. ആ നടത്തിയ സംഭവത്തിന്റെ ഭാഗമായി കേരളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു നോവലാണ് PR നാഥന്റെ ചാട്ട എന്ന് പറയുന്ന നോവൽ. അതിലെ പെരച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പലപ്പോഴും സിനിമയായി വന്നിട്ടുണ്ട്. അച്ഛൻ കുഞ്ഞ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ സിനിമ അതിന്റെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരുന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കണ്ടിരിക്കുന്ന സിനിമയാണ് എന്നതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ പശുക്കച്ചവടത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ സാധനം പറയാം. പിന്നീട് നാം കാണുന്ന ഒരു സംഭവം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പിന്നീട് വരുന്നത് ഈ ഗൾഫ് പണത്തിന്റെ സ്വാധീനത്തോട് വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങുന്നുള്ളൂ. ആ പരിപാടിയോട് കൂടിയാണ് പിന്നീട് ഈ ദല്ലാൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ അത് ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അതിന് മറ്റു മാനങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. പക്ഷെ പൊടുന്നനവെയാണ് കേരളത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു 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 ഇടനിലക്കാരന്റെ ഒരു സ്വഭാവത്തിലേക്ക് ആര് വരുന്നു എന്ന് ചാക്ക് രാധാകൃഷ്ണൻ എന്നയാൾ പാലക്കാട് മേഡത്തിന്റെ നാടും കൂടി ആയതുകൊണ്ട് ഞാൻ പറയാം. പാലക്കാട് ചാക്ക് രാധാകൃഷ്ണന്റെ പേര് ഈ പറയുന്ന ദല്ലാൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പുറത്തേക്ക് വരുന്നത്. അതിൽ പിന്നീട് മലബാർ സിമന്റ് അതോടൊപ്പം തന്നെ അവിടെ നടന്നിരിക്കുന്ന ഒരു അതിക്രൂരമായ കൊലപാതകം, കുടുംബത്തിന്റെ ആത്മഹത്യ, അത് കൊലപാതകമാണെന്നും ഇപ്പോഴും എവിടെയും എത്താതിരിക്കും, അന്വേഷണം എവിടെയും എത്താൻ CBI അന്വേഷണം അത് എവിടെയും എത്താൻ തൊലഞ്ഞ് അങ്ങനെ കിടക്കുകയാണത്. അപ്പൊ അതും കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവൻ എന്നുള്ള ഒരു പ്രയോഗം നടത്തി VS അച്യുതാനന്ദൻ കേരളത്തിലേക്ക് ഈ ദല്ലാൾ സംഭവത്തിനെതിരെ ആക്രമിക്കാൻ വരികയാണ്. പിന്നീട് ദല്ലാൾ വെറുക്കപ്പെട്ടവൻ അതായിരുന്നു ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്നയാൾ. ഈ ഫാരിസ് അബൂബക്കർ കേരളത്തിന്റെ പൊളിറ്റിക്സിലേക്ക് ഒരു നിർണായക ദല്ലാളായി ഇടപെട്ടതോടു കൂടിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക കംപ്ലീറ്റ് ഈ ദല്ലാളുമാർക്ക് ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു ചിത്രമായി മാറുന്ന ഒരു ദുരന്ത മുഹൂർത്തം ഈ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടത്. ആ ദല്ലാളെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതോ അദൃശ്യമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വളരെ ഗംഭീരമായി അയാൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെല്ലാമോ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പറയാവുന്ന ദുർബലമെങ്കിലും എന്നാൽ സൂക്ഷ്മമായിരിക്കുന്ന അർത്ഥത്തിൽ വരുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു.
ഇതിന് തൊട്ട് പിന്നീട് വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ ഈ വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന പ്രയോഗം അതിനകത്ത് ഏറ്റവും നിർണായകമായി തീർന്നത് എന്തുകൊണ്ട് എന്നുള്ള വിഷയമായിരുന്നു. അതും പിന്നീട് CPIM-നെ കേന്ദ്രീകരിച്ച് ആ സംഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഉൾപാർട്ടി സംഭവത്തിന്റെ സമരത്തിന്റെ ഭാഗമായി തീർന്നു. അതങ്ങനെ അവസാനം VS അച്യുതാനന്ദൻ സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഒതുക്കി തീർക്കുകയും അങ്ങനെ ദല്ലാൾക്ക് നിയന്ത്രിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഘടനയെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന തലത്തിലേക്ക് ഈ ദല്ലാൾ രാഷ്ട്രീയം CPIM-ൽ സന്നിവേശിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിനനുബന്ധമായി വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായിരിക്കുന്ന ഘടകം എന്താന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന കേന്ദ്രീകൃത അധികാരം എന്ന് പറയുന്ന CPIM-ന്റെ ഒരു സംഘടനാ രീതി വെച്ചു അന്നത്തെ പാർട്ടി സെക്രട്ടറി നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തേക്കും തന്റെ ആളുകളെ അയാൾ പ്രൊമോട്ട് ചെയ്തു. മുഴുവൻ പാർട്ടികൾക്ക് BJP-ക്കകത്തുണ്ട്, തെറ്റിയാൽ പരിവാറിനകത്തുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ അടുത്ത് വസ്തുതകളൊന്നുമില്ല, പക്ഷേ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. എല്ലാ പാർട്ടികൾക്കകത്തും ഇയാളുമായി ബന്ധമുള്ള ആളുകളെ അയാൾ സന്നിവേശിപ്പിക്കുന്നു. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ആരല്ല, ഈ പറയുന്ന ആൾ മാത്രമല്ല കോർഡിനേറ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി അല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അതിന്റെ പാർട്ടി സെക്രട്ടറി അല്ല, മറിച്ച് അതിനൊരാളെ ഡെപ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഈ ഡെപ്യൂട്ടി ചെയ്യുന്ന ആളാണ് ഇതിലെ ഒന്നാം തരം ഇടനിലക്കാരനായി മാറുന്നത്. അങ്ങനെ രാഷ്ട്രീയം എന്നുള്ളത് സമ്പൂർണമായ കച്ചവടവും അല്ലെങ്കിൽ വ്യവഹാരവൽക്കരണമായി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയെ നശിപ്പിക്കുകയെന്ന അങ്ങേയറ്റം നീചമായ ഒരു രാഷ്ട്രീയ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ ഏറ്റവും ദുരന്തമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഈ ദല്ലാൾ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തിയിലൂടെ പുറത്ത് വന്നിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ പ്രൈമാ ഫേഴ്സി ആയിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇതേ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കുക, ഏറ്റവും ഇതേപോലെ തന്നെ വളരെ വിവാദമായി വന്നിരിക്കുന്ന സംഭവമാണ് EP ജയരാജൻ. ഇതിന്റെ കഥാപാത്രമാണല്ലോ EP ജയരാജൻ. ആ EP ജയരാജൻ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന സംഭവം ഉണ്ടായി. ആ പണം തിരിച്ചു കൊടുത്തു എന്ന് പറയും, നമുക്ക് ആർക്കും അറിയില്ല ആ പണം തിരിച്ചു കൊടുത്തു എന്ന്. എന്തായാലും അയാൾ പറഞ്ഞിരിക്കുന്ന വാക്ക് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് വസ്തുതകളും നമ്മുടെ മുമ്പിലില്ല. ഇങ്ങനെ വരുന്ന ഒരുപടി ആളുകൾക്ക് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഏതാണ്ട് കുറച്ചു മുൻപാണ് ജനശക്തിയുടെ എഡിറ്റർ ബഹുമാന്യന ഇതുമായിട്ടുള്ള സഖാവ് G ശക്തിധരൻ അദ്ദേഹം വളരെ ഗുരുതരമായിരിക്കുന്ന ആരോപണം ഇതുപോലെ പണം കൈതോലപ്പായി പണം കൊണ്ടുപോയിരിക്കുന്ന സംഭവത്തെ കുറിച്ച് വളരെ ഗൗരവവും ആയിരിക്കുന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ നഷ്ടമാക്കപ്പെടുന്ന ഒന്നുണ്ട്. ആ നഷ്ടമാക്കപ്പെട്ടത് വാസ്തവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയമാണ് അത് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെട്ടു. ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നതിലൂടെ വരുന്ന ഒരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെ നിയന്ത്രിക്കുന്ന ഒരാളായി ഈ ഒരു ദല്ലാൾ മാറുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, BJP-യുമായി ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ചർച്ച, തന്റെ കുടുംബവും താനും അകപ്പെട്ടിരിക്കുന്ന തീവട്ടിക്കൊള്ള നടത്തിയതിൽ പെട്ടിരിക്കുന്ന കേസുകൾ പരിഹരിക്കുന്നതിനാവശ്യമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ദല്ലാൾ നന്ദകുമാർ. എന്തേ ഈ സംഭവത്തിന് മുകളിൽ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഉയരാത്തത്? എന്തേ ഉയരാത്തത്? എവിടെയാണ് നമ്മുടെ നീതി നിയമ വ്യവസ്ഥയുള്ളത്? എവിടെയാണുള്ളത്? അപ്പൊ ഇവിടെയെല്ലാമാണ് നമ്മൾ അറിയേണ്ടത്. ഈ ദല്ലാളെന്ന് പറയുന്ന ഈ നന്ദകുമാറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് അധികാരം സ്ഥാപിക്കാൻ, രാഷ്ട്രീയ നേതാക്കന്മാരെ ചൂണ്ടുവിരൽ നിർത്താൻ ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം വരുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, കേരളത്തിനകത്തെ രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും പൊളിറ്റിക്കൽ അറീന എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ആ ഒന്നിനകത്ത് ഇവരെല്ലാവരും തുല്യരുമാണ്. ഇവരെല്ലാവരും അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് എന്താണ്? നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫിലോസഫി നിങ്ങൾക്ക് നഷ്ടമാകുന്നു, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. അത് മാത്രവുമല്ല, ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാവേണ്ടിയിരിക്കുന്ന ഐഡന്റിറ്റി, ആ വ്യക്തിത്വം എന്താവുകയാണ്? ആ വ്യക്തി ചാവുള്ളയായി തീരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സമ്പൂർണമായ അർത്ഥത്തിൽ നശിപ്പിച്ചു കളയുന്ന, വന്ധീകരിച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ ദല്ലാൾ രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നത്.